നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ വളരെ മനോഹരമായ ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. കവിതയുടെ പേര് എനി വുമൺ, ഏത് സ്ത്രീയും. ഇത് എഴുതിയത് കാതറിൻ ടൈനൻ എന്ന ഐറിഷ് എഴുത്തുകാരിയാണ്. കവിതയിലേക്ക് കടക്കുന്നതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് നിങ്ങളുടെ വീടിന്റെ ഏറ്റവും വലിയ ശക്തി? അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനുമൊക്കെ ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് വീടിന് ജീവൻ വരുന്നത്. എന്നാൽ ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ആർക്കാണ്? ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തെ എങ്ങനെയാണ് ഒരുമിച്ച് നിർത്താൻ കഴിയുന്നതെന്ന് ഈ കവിത വളരെ മനോഹരമായി പറഞ്ഞുതരുന്നു. ഈ കവിതയിൽ ഒരു സ്ത്രീ തന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീസ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. ടേക്ക് മീ എവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു ruin മീ അട്ടർലി. ഞാൻ വീടിന്റെ തൂണുകളാണ്, കമാനത്തിന്റെ പ്രധാന കല്ലാണ് ഞാൻ. എന്നെ എടുത്തുമാറ്റിയാൽ മേൽക്കൂരിയും ഭിത്തികളും തകർന്നു വീഴും. ഇതിനർത്ഥമെന്താണ്? ഒരു വീടിന്റെ അടിസ്ഥാനം ആ സ്ത്രീയാണ്. അവരില്ലെങ്കിൽ ആ വീട് നിലനിൽക്കില്ല. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹേർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, വിച്ച് എൽസ് വെയർ കോൾഡർ ദാൻ എ സ്റ്റോൺ. അടുപ്പിലെ തീയും നല്ല സൂര്യന്റെ വെളിച്ചവുമാണ് ഞാൻ. ഭൂമിയെ ചൂടുപിടിപ്പിക്കുന്ന ചൂടാണ് ഞാൻ. ഇതൊരു സ്ത്രീയുടെ ഊഷ്മളതയെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു. ആ സ്നേഹമില്ലെങ്കിൽ ജീവിതമൊരു തണുത്ത കല്ലുപോലെയാകും. അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദിയർ ഹാൻഡ്സ്, ഐ ആം ദിയർ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. വിതൗട്ട് മീ കോൾ ദ ഹേർഡ് സ്റ്റോൺ സ്റ്റാൻഡ്സ്, നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. എന്റെ സ്നേഹത്താലാണ് കുട്ടികൾക്ക് അവരുടെ കൈകൾക്ക് ചൂട് ലഭിക്കുന്നത്. ഞാൻ അവരുടെ സ്നേഹത്തിന്റെ ജീവനുള്ള വെളിച്ചമാണ്. ഞാനില്ലെങ്കിൽ അടുക്കളത്തറ തണുത്തുറഞ്ഞു പോകും. കുട്ടികൾക്ക് നന്നായി വളരാൻ കഴിയില്ല. ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സേക്രഡ് റിംഗ്, ദെയർ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ടെതർ നോ ലോസ് ചൈൽഡ് ഗോസ് എ വാണ്ടറിംഗ്. ഈ വരികൾ ഒരു അമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു വിശുദ്ധ വലയമാണ് ഞാൻ. ഞാൻ സ്നേഹത്തിന്റെ കെട്ടാണ്. ആ കെട്ടിൽ നിന്നും ഒരു കുട്ടിക്കും വഴിതെറ്റിപ്പോവാൻ കഴിയില്ല. ടെതർ എന്ന വാക്കിന്റെ അർത്ഥം റോപ്പ് എന്നാണ്, കയർ. ഇവിടെ അത് സ്നേഹത്തിന്റെ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്, ഐ ഡെക്ക് ദ വാൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്, ഐ സ്പിൻ ദ കേർട്ടൻസ്, വാപ്പ് ആൻഡ് വൂഫ്, ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. ഒരു വീടിന്റെ തറ മുതൽ മേൽക്കൂര വരെ ഞാൻ തന്നെയാണെന്ന് കവി പറയുന്നു. ഞാൻ ചുവരുകൾ അലങ്കരിക്കുകയും ഭക്ഷണം ഒരുക്കുകയും ചെയ്യുന്നു. കർട്ടനുകൾ ഉണ്ടാക്കുകയും അവർക്ക് കിടക്ക ഒരുക്കുകയും ചെയ്യുന്നു. വാപ്പ് ആൻഡ് വൂഫ് എന്ന വാക്കിന് ഒരു നെയ്തെടുത്ത തുണിയുടെ അടിസ്ഥാന ഘടകം എന്നാണ് അർത്ഥം. ഇവിടെ അതൊരു വീടിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീയെ സൂചിപ്പിക്കുന്നു. ആം ദെയർ വാൾ എഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, ദെയർ ഡോർ എഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ, ദൗ ഹൂം എ വുമൺ ലെയ്ഡ് ഇൻ എ മേഞ്ചർ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഈ അവസാനത്തെ വരികളിൽ ഒരു സ്ത്രീ ഒരു തൊഴുത്തിൽ ക്രിസ്തുവിനെ പ്രസവിച്ചതിനെ സൂചിപ്പിക്കുന്നു. മെയ്ഞ്ചർ എന്നാൽ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന തൊട്ടി എന്നാണ് അർത്ഥം. അതിൽ കിടത്തിയ ആ ദൈവത്തോട് അവൾ പ്രാർത്ഥിക്കുന്നത് തന്റെ കുട്ടികൾ വളരുന്നതുവരെ തന്നെ കൊണ്ടുപോകരുതെന്നാണ്. ഇതിലൂടെ ഒരു സ്ത്രീയുടെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കവിതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?